കാലിക്കൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു കൃഷ്ണ. ഇത്രയും തിന്നിട്ട് നിന്റെ ദേഷ്യം തീരുന്നില്ലേടി? മിണ്ടി പോകരുത് നീ. ഞാനീ പറഞ്ഞതൊക്കെ ആ വേട്ടാവളിയുടെ മുഖത്ത് നോക്കി നീ പറയേണ്ടതാണ്. അത് ചെയ്തതുമില്ല. ഞാൻ അങ്ങനെ 10 മനസ്സറിഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കാല് പിടിക്കുന്ന പോലെ എക്സ്പ്രഷൻ ഇട്ട് എൻ്റെ ആ ഫ്ലോ അങ്ങ് നശിപ്പിക്കുകയും ചെയ്തവൾ. തന്നെ ചീത്ത പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അടുത്ത ഉഴുന്നോടെയും വായിലേക്ക് തള്ളിക്കയറ്റി. പെണ്ണിന്റെ കണ്ണു മിഴിയുന്നു എന്ന് കണ്ടതും ആമ്പൽ ഓടിപ്പോയി വെള്ളമെടുത്ത് കയ്യിലേക്ക് കൊടുത്തു. അതുപോലെ വായിലേക്ക് കമഴ്ത്തി മുഴുന്നോടെ ഒന്ന് കുതിർന്നിറങ്ങിയപ്പോഴും അവള് നെറുകയിൽ തട്ടി നേരെ നിന്നു. പയ്യെ കഴിക്ക് രമു. നിന്റെ വഴക്ക് മുഴുവൻ കേൾക്കാൻ ഞാൻ മുന്നിൽ തന്നെ ഇല്ലേ? പിന്നെന്തിനാപ്പൊ ഈ വെപ്രാളം? വെപ്രാളം നിന്നെ ചീത്ത പറയുന്നതല്ല, ആ അളിഞ്ഞവനോട് നല്ല നാലെണ്ണം പറയാൻ പറ്റാത്തതിന്റെ സങ്കടമാ. വീണ്ടും പിറുപിറുത്തുകൊണ്ട് അവൾ വേഗത്തിൽ കഴിക്കാൻ തുടങ്ങി. രമ്യക്ക് ദേഷ്യം വന്നാൽ ആഹാരത്തിന്റെ പുറത്തൊരു കൺട്രോളും കാണില്ല. കയ്യിൽ കിട്ടുന്ന എന്തും വാരിക്കഴിച്ചാണ് അവൾ അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കുക. അതുകൊണ്ട് തന്നെ കുറച്ചൊന്നും കാശല്ല അവൾക്ക് തേൻമുട്ടായും ബിസ്ക്കറ്റും ശശിമാവന്റെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുത്ത് ബാക്കി 3 പേർക്കും നഷ്ടമായിട്ടുള്ളത്. ഇന്നും ദേഷ്യം വരുമ്പോൾ തിന്നുന്ന കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. ഒരു പുഞ്ചിരിയോടെ ആമ്പൽ രമ്യയെ നോക്കി. അല്ലടി, എനിക്കറിയാൻ വയ്യാത്തതെന്ന് ചോദിക്കുക. നിന്റെ അമ്മ എന്തിനാ അങ്ങേരെ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്? സംശയത്തിൽ രമ്യയുടെ കണ്ണുകൾ കുറുകി. കാരണമൊന്നും എനിക്ക് ശരിക്കറിയില്ലടി. പക്ഷെ ഏതാണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ അച്ഛൻ അന്ന് സിദ്ധുവിന്റെ പേരിൽ ഒരു 50 സെന്റ് സ്ഥലം എഴുതി വാങ്ങിയിരുന്നില്ലേ? അതിപ്പോ ആൾക്ക് വേണ്ട പോലും. തിരിച്ചതിന്റെ പേരിൽ എഴുതുന്നൊക്കെ അമ്മ പറയുന്നത് കേട്ടിരുന്നു. ചിലപ്പോ അതാകും. ആ, അങ്ങനെ വരട്ടെ. ചുമ്മാതല്ല കാള വാല് പൊക്കിയത്. രമ്യ എന്തൊക്കെയോ മനസ്സിലായ പോലെ തലയാട്ടി. അപ്പൊ മരുമോന്റെ കയ്യിൽ നിന്നും നല്ല കിട്ടാപ്പോരുണ്ടെന്ന് അമ്മായിയമ്മയ്ക്ക് മനസ്സിലായി. അത് വസൂലാക്കുന്നവരെ അമ്മായിക്ക് മരുമോനോട് നല്ല സ്നേഹമായിരിക്കും. അല്ല, ഈ കൂട്ടുകൃഷിയുടെ കാര്യം നിന്റെ ചേച്ചി അറിഞ്ഞില്ലേ? നല്ലോണം പുച്ഛമുണ്ടായിരുന്നു അവൾ ചോദിക്കുന്ന ഓരോ വാക്കിലും. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി അറിയാതിരിക്കോടി? വല്ലാതെ നിർനിമേഷയായി പറയുന്നവളെ കണ്ടതും രമ്യയുടെ ചങ്കൊന്ന് പിടച്ചു. സ്വന്തം കാര്യം നോക്കാൻ അമ്മയും മോളും ബെസ്റ്റാണ്. അതിനിടയിൽ ഈ പാവ 2 ജന്മങ്ങൾ എങ്ങനെ വന്ന് കുടുങ്ങിയെന്ന ആമ്പലിനെയും അശോകൻ മാമനെയും ആലോചിച്ച് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു രമ്യക്ക്. അതൊക്കെ പോട്ടെ, എത്രയൊക്കെ വിളിച്ചാലും ഇവിടേക്ക് വരുള്ളെന്ന് പറഞ്ഞ നീ പിന്നെങ്ങനെ അടി പെട്ടെന്ന് ആകാശം പൊട്ടി താഴെ വീണത്? കണ്ണുകൾ പൊക്കിയും താഴ്ത്തിയുള്ള ആമ്പലിന്റെ ആ ചോദ്യത്തിൽ രമ്യ നല്ലോണം ഒന്ന് പതറി. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ മഞ്ജു ആവശ്യമില്ലാതെ പെൺകുട്ടികൾ അവിടെയും ഇവിടെയും കയറി ഇറങ്ങി നടക്കുന്നത് അത്ര നല്ലതല്ലെന്ന് പറഞ്ഞ് വളഞ്ഞ മൂക്ക് തൊടിയിച്ച് പറഞ്ഞതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലായവൾ അതിനുശേഷം പിന്നെ ഇവിടേക്ക് വന്നിട്ടില്ല. അതിനൊപ്പം തന്നെ ആസിയയും നൗഫിയും അമ്മ പറഞ്ഞതും അവൾക്ക് നല്ലോണം കൊണ്ടായിരുന്നു. ആ പാവങ്ങൾ കരഞ്ഞു വിളിച്ച് അവളുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നതൊക്കെ കേട്ട് അങ്കക്കാലി തുള്ളി മഞ്ജുവിനെ കണ്ടാൽ തീർക്കുമെന്ന് പറഞ്ഞ് നടന്നവളാണ്. ആ അവളാണ് താനൊന്ന് വിളിക്കുക പോലും ചെയ്യാതെ പെട്ടെന്ന് മുന്നിൽ. സംശയം വരില്ലേ? അത് പിന്നെ എനിക്ക് നിന്നെ കാണാൻ തോന്നി. നിന്നെ കാണാനുള്ള ആഗ്രഹം അത്രയങ്ങ് വലുതായപ്പോൾ ഞാൻ ഇങ്ങ് പോന്നു. സിമ്പിൾ. അവള് ആമ്പലിന്റെ മുഖത്ത് പോലും നോക്കാതെ കയ്യൊക്കെ പൊക്കി ഏതോ രീതിയിൽ പറഞ്ഞതും ആമ്പൽ അവളെ നോക്കി വൃത്തിയായി ഒന്ന് തല കുലുക്കി. എന്താടി? ഒന്നുമില്ലേ, നീ പറഞ്ഞതൊക്കെ ഞാൻ അതുപോലെ വിശ്വസിച്ചു എന്ന് പറഞ്ഞതാ. അതെന്താടി ഇപ്പൊ അങ്ങനൊരു ടോക്ക്? രമ്യ ഒരു പൂരികം പൊക്കി അവളെ ചോദ്യം ചെയ്തു. എന്റെ പൊന്ന് രമു, നീ ഈ പറഞ്ഞതൊക്കെ നുണയാണെന്ന് നിന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ കാരണം തൽക്കാലം എന്നോട് പറയാൻ പറ്റാത്തതിനെയാണ് നിന്റെ ഈ നാടകമെന്ന് മനസ്സിലായി. കാരണം എന്തു ആയിക്കോട്ടെ, എനിക്കതൊന്നും അറിയണ്ട. നീ വന്നല്ലോ, നിന്നെ കണ്ണു നിറച്ച് എനിക്കൊന്ന് കാണാൻ പറ്റിയല്ലോ. എനിക്ക് അത്രയ്ക്ക് സന്തോഷം വരുക. പറയുന്നതിനൊപ്പം തന്നെ ആമ്പൽ അവളെ കെട്ടിപ്പിടിച്ച് ഏങ്ങിക്കരഞ്ഞു. ശേ, ദേ പെണ്ണെ, ചുമ്മാതെ കരഞ്ഞു കൂവി നീ എന്നെയും കൂടി കരയിച്ചിട്ട് വെറുതെ എൻ്റെ 1 മണിക്കൂറത്തെ മേക്കപ്പ് കൂടി കളയല്ലേ? അവൾക്കൊപ്പം കരയുമ്പോഴും രമ്യ ദേഷ്യത്തിൽ പറഞ്ഞു. എനിക്ക് അവരെ കൂടെ ഒന്ന് കാണണം രമു. കാണണമെങ്കിൽ നിനക്കെന്റെ വീട്ടിൽ വന്നാ പോരെ? നീ എപ്പോ വരും എന്ന് പറഞ്ഞാൽ അപ്പോ അവിടെ എത്തും അവന്മാരും. ഞാൻ വരുവടി. അച്ഛനോട് ചോദിച്ചിട്ട് ഉറപ്പായും വരും. വരണം. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും ഒന്നും ജീവിക്കാൻ പറ്റില്ല അമ്പലു. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതമായിരിക്കില്ല, അത് അവരുടെ ആയിരിക്കും. ആകെ കൂടി കിട്ടുന്നത് 1 ജന്മമാ മോളെ. അത് നീ നിനക്ക് വേണ്ടി ജീവിക്ക്. അതിന്റെ അർത്ഥം മറ്റുള്ളവർ പറയുന്നൊന്നും കേൾക്കണ്ട എന്നല്ല. പ്രത്യേകിച്ച് നിന്റെ അമ്മയും അച്ഛനും കൂടപ്പിറപ്പും എല്ലാവരും പറയുന്ന കേൾക്കണം. പക്ഷെ ഹൃദയവും മനസ്സും ശരിയെന്ന് പറയുന്ന മാത്രമേ അനുസരിക്കാവൂ. അതല്ലെങ്കിൽ നിനക്ക് ജീവനുണ്ടാവും.
പക്ഷെ ജീവിതമുണ്ടാകില്ല. അവളെ ചേർത്ത് പിടിച്ചങ്ങനെ പറയുമ്പോൾ രമ്യയുടെ മനസ്സിൽ കുറച്ചു കാലം മുന്നേ മുതലുള്ള കാര്യങ്ങൾ ഓരോന്നുമായിരുന്നു. പതിവില്ലാതെ വന്നൊരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അറിയാമായിരുന്നു അത് പെങ്ങളെ പറ്റിയുള്ള ആളുടെ ടെൻഷൻ തീർക്കാനുള്ള വിളിയായിരിക്കുമെന്ന്. എന്താണ് മോനെ വിഷ്ണുകുട്ടാ, സുഖങ്ങളൊക്കെ തന്നെ? അവനെ വെറുതെ കയറി ചൊറിയൻ കിട്ട സന്തോഷത്തിൽ അങ്ങനെ ചോദിച്ചെങ്കിലും തിരിച്ചുള്ള മൗനത്തിൽ തന്റെ മുഖത്തെ പുഞ്ചിരിയും മാഞ്ഞിരുന്നു. വിഷ്ണുവേട്ടാ, നീ വൈകുന്നേരം മോളുടെ അടുക്കിലേക്ക് ഒന്ന് ചെല്ലണം. മാമനെ വിളിച്ചപ്പോൾ വൈകുന്നേരം ആരൊക്കെയോ കടയിലേക്ക് ചെല്ലുന്നത് കൊണ്ട് മാമന് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ലെന്ന് പറയുന്നു. എന്തായാലും മാമൻ വന്നിട്ട് നീ തിരിച്ചു വന്നാൽ മതി. അതുപോലെ മാമൻ വരുന്നത് വരെ ഒരു കാരണവശാലും സിദ്ധുവിന്റെ മുന്നിൽ നീ മോളെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി നിർത്തരുത്. ഹലോ ഹലോ ഹലോ, ഇയാളിത് പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണ്? എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം കാര്യം പറയാൻ. അല്ലാതെ അടിച്ചുവിട്ട അണക്കെട്ട് പോലെ ഓരോന്നും പറഞ്ഞാൽ എനിക്കൊരു കുന്തവും മനസ്സിലാവില്ല. രമ്യ, ബി സീരിയസ്. തമാശയല്ല. അവന്റെ ശബ്ദം അങ്ങ് മാറി. അതൊക്കെ ഞാൻ ആയിക്കോളാം. പക്ഷെ അതിനു മുന്നേ ഇപ്പോൾ ഈ നടത്തിയ പ്രസംഗത്തിന്റെ കൃത്യമായ കാരണം എനിക്കറിയണം. അവനോളം തന്നെ അവളുടെ ശബ്ദവും കനത്തു. എടി, എനിക്കങ്ങനെ കൃത്യമായിട്ട് കാരണമായിട്ടൊന്നും നിന്നോട് പറഞ്ഞു തരാൻ. എടി, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വിഷ്ണു ആകെ കൺഫ്യൂസ്ഡ് ആണെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് തോന്നിയവൾ അവൻ ബാക്കി എന്താ പറയുന്നത് കേൾക്കാനായി ക്ഷമയോടെ നിന്നു. എടി, ഇന്നലെ അപ്പച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ വരുമ്പോഴേക്കും അമ്മയുടെ നേരെ ഒരു അധികാരം കാണിക്കലും ഈ വീട്ടിൽ നിന്ന് പോയെങ്കിലും അപ്പച്ചിയാണ് ഇപ്പോഴും ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പോലെ ഒരു ജാട അളക്കാറുണ്ട്. പക്ഷെ ഇന്നലെ വന്നപ്പോൾ വല്ലാണ്ട് സൈലന്റ് ആയിരുന്നു കക്ഷി. അങ്ങനെ അധികം അപ്പച്ചീനെ കാണാത്തത് കൊണ്ട് തന്നെ ആളാവണ്ണം എല്ലാരും ചെന്ന് കാര്യം തിരക്കി. എന്നിട്ട് എന്നിട്ടാ പൂതന കാര്യം വല്ലതും പറഞ്ഞോ? ഡി, ഒരടിയില്ല. അവരെപ്പോലൊരു വിഷജന്തു. എനിക്കവരെ നല്ലോണം അറിയാം. പറയുമ്പോൾ കടപ്പല്ലുകൾ ഞെരിയുന്നുണ്ടായിരുന്നു അവളുടെ. എന്തടി കാര്യം? അവളുടെ ദേഷ്യം കേട്ടതും വിഷ്ണുവിനും സംശയമായി. അത് വിഷ്ണുവേണ്ണ ആരോടും പറയണ്ട. അശോകമാമൻ കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാൻ വന്നിരുന്നു. കുറച്ച് പൈസ എവിടുന്നെങ്കിലും ശരിയാക്കി കൊടുക്കുമോ എന്ന് ചോദിച്ചാ വന്നത്. പൈസയോ? ആ, അശോകമാമൻ എന്തോ കാശിന്റെ ആവശ്യം. കൊച്ചിന്റെ പഠിത്തത്തിന് വേണ്ടി വല്ലതും ആണോടി? ഏയ്, അതല്ല. ഇത് ഈ ആഴ്ച തന്നെ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആൾക്ക് എന്തൊക്കെയോ നമ്മളറിയാത്ത കടങ്ങളുണ്ട് വിഷ്ണുവേട്ടാ. ആ കടങ്ങളൊക്കെ ഒരുമിച്ചൊന്ന് തീർക്കാൻ വേണ്ടി അശോകൻ മാമൻ മറ്റേ വസ്തു ആളുടെ പേരിലിരുന്നപ്പോൾ തന്നെ ബാങ്കിൽ വെച്ച് കടം തീർക്കാൻ നോക്കിയപ്പോൾ ഈ നല്ലവളായ പെങ്ങൾ ചോദിച്ചു പോലും അവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണോ മാമനത് ബാങ്കിൽ പണയം വെക്കുന്നതെന്ന്. മാമന് വാക്കിന് വിലയില്ലെന്നോ പറഞ്ഞു പറ്റിക്കാൻ നോക്കുവാണെന്നോ എന്തൊക്കെയോ അന്നവർ വല്ലാതെ സംസാരിച്ചു പോലും. അതുകൊണ്ടാണ് പിന്നെ എഴുതിയപ്പോൾ പെങ്ങളുടെ പേരിൽ എഴുതാനിരുന്ന വസ്തു മാമൻ കൊണ്ടുപോയി സിദ്ധുവിന്റെ പേരിൽ എഴുതി കൊടുത്തത്. അപ്പോൾ ആള് പറയുമായിരുന്നു, പണ്ടവള് ഞാൻ എന്തായാലും കൊടുക്കും എന്നൊരു വിശ്വാസം എന്നോട് കാണിച്ചിരുന്നെങ്കിൽ പണ്ടേക്കും പണ്ടേ മാമനത് ഇത്രയും പലിശ കൊടുത്ത് മുടിയില്ലായിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ വിഷ്ണുവേട്ടാ, ഞാൻ വെറുത്തുപോയി ആ സ്ത്രീയെ. സത്യം പറയാലോ, അവരെ ആമ്പലും ഇത്ര സ്നേഹത്തോടെ അപ്പച്ചീന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ കരുതിയതാ. പിന്നെ തോന്നി പാവത്തിന് ഇതൊക്കെ കേട്ട് സങ്കടമാകുമല്ലോ എന്ന്. അല്ലേലുണ്ടല്ലോ, അവളുടെ മുന്നിൽ ഞാൻ തള്ളയുടെ ഒറിജിനൽ മോന്തായം പൊളിച്ചു കാണിച്ചു കൊടുത്തേനെ. അപ്പച്ചിയെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യത്തോടെ രമ്യ ഓരോന്ന് പറയുന്ന കേട്ടതും വിഷ്ണുവിനും അവരോട് വെറുപ്പ് തോന്നി. തള്ളയും മോശമല്ല, മോനും മോശമല്ല. ആ, അതൊക്കെ വിട്. ഏട്ടൻ പറയാൻ വന്ന കാര്യം പറ. എടി, അതെന്ന് വെച്ചാൽ ഇപ്പൊ പഴയ പോലെയല്ല. തള്ളയും മോനും തമ്മിലുള്ള ഇരിപ്പ് വശത്തിൽ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് രമ്യ. നേരത്തെ അമ്മ ഒന്ന് നേരെ നോക്കിയാൽ പേടിയോടെ നിന്നവന് ഇപ്പോൾ അപ്പച്ചിക്കാണ് പേടിയെന്ന് തോന്നി. കാരണം എടി, സാധാരണ എല്ലാ തവണയും വരുമ്പോൾ മോന് വന്ന പലതരം ആലോചനകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഇവിടെ ഇറക്കാറുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നെയും ചേട്ടനെയും വിദ്യയൊക്കെ ഉപദേശിച്ചാണ് ഈ പറച്ചിൽ. ചേട്ടൻ ഗൾഫിൽ കയറി പോയതുകൊണ്ട് ഇപ്പോൾ ഞാൻ മാത്രമാണ് അവരുടെ നോട്ടപ്പുള്ളി. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയൊന്നും പറയാതെ വന്നപ്പോൾ തൊട്ട് അമ്മ അങ്ങോട്ട് സിദ്ധുവിന് ഇപ്പോൾ പെണ്ണു നോക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് മൗനമായിരുന്നു. അപ്പോ അപ്പച്ചി മറുപടി ഒന്നും പറഞ്ഞില്ലേ? ആ, അപ്പോ അപ്പച്ചി പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? എന്താ? മക്കൾ തന്നോളം വളർന്നാൽ പിന്നെ അവരെ നമ്മൾ വേണം അനുസരിക്കാൻ പോലും. അല്ലാതെ നമ്മുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ അവര് നമ്മളെ കളഞ്ഞിട്ട് പോകുമെന്ന്. ഇനിയിപ്പോ അവൻ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും അഷ്ടിക്ക് വകയില്ലാത്ത പെണ്ണിനെ കൊണ്ടുവന്നാലും നമ്മൾ നോക്കിയല്ലേ പറ്റൂ നാത്തൂനേന്ന്. എന്ന് വെച്ചാൽ കുന്തം. എടി, അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടാമെന്ന്. ബെസ്റ്റ്. പൊളിച്ചു.
പൊളിഞ്ഞത് അവനല്ല, നമ്മുടെയാണ്. നിസ്സഹായതയായിരുന്നു ആ ശബ്ദത്തിൽ അധികവും. പൊളിയുന്നതും പൊളിക്കുന്നതും പിന്നെ ആവട്ടെ, പൈസയല്ലാതെ മറ്റൊന്നും കണ്ണിന് മുന്നിൽ കാണാൻ പറ്റാത്ത സവിതമ്മായിക്ക് ഇതിപ്പോ എന്താ വെളിപാടുണ്ടായോ? വെളിപാടാണോ വെളിവ് പോയതാണോ എന്നൊന്നും എനിക്കറിയില്ല കൊച്ചെ. പക്ഷെ സംഭവിച്ചത് എന്തായാലും അങ്ങേ അറ്റത്തെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അപ്പച്ചിൽ നിന്നും ഇങ്ങനൊരു സംസാരം വരില്ല, ഉറപ്പാണ്. അവന്റെ സംസാരത്തിൽ വല്ലാത്തൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അപ്പൊ സിദ്ധു മോൻ രണ്ടും കൽപ്പിച്ചുള്ള കളിയാണ് അല്ലേ? വിഷ്ണുവേണ്ണ ഇതിനെപ്പറ്റി ആ പുള്ളിയോടൊന്ന് സംസാരിച്ചുകൂടെ? എത്ര വട്ടം എത്ര വട്ടം ഞാൻ ഇതിനെപ്പറ്റി അവനോട് സംസാരിച്ചിട്ടുണ്ടെന്നോ? എന്നിട്ട് എന്നിട്ടെന്താ? അവൻ അവന്റെ ഇഷ്ടത്തെപ്പറ്റി പറയും. അവളില്ലെങ്കിൽ അവനെ ജീവിക്കാൻ പറ്റില്ല, തീർന്നു പോകും എന്നൊക്കെ പറയും. അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ എൻ്റെ മുന്നിലിറക്കും. ഇത്രയും കാലം അവനെ ഞാൻ പേടിപ്പിച്ചു നിർത്തിയത് അവന്റെ അമ്മ കാരണം എൻ്റെ പെങ്ങളുകാരെയും സമ്മതിപ്പിക്കില്ല എന്ന പേരിലാണ്. പക്ഷെ ഇപ്പോ ആ തടസ്സം കൂടി നീക്കിയിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാലങ്ങ് കെട്ടിച്ചു കൊടുത്തേക്കണം. ഒന്നുമല്ലെങ്കിലും സ്വന്തം കുടുംബത്തോട് പെങ്ങള് വന്ന് കയറട്ടെന്നേ. ഇത്തിരി നീട്ടി കളിയാക്കും വേണം പറഞ്ഞതും മറുവശം പിന്നെയും നിശബ്ദമായി. എൻ്റെ പൊന്നു വിഷ്ണുവേട്ടാ, നിങ്ങളിത് ഒരുമാതിരി അവിഞ്ഞ ലുക്കുണ്ടല്ലോ, ഒരുമാതിരി പഴങ്ങഞ്ഞി വീണ ഈച്ചയെ പോലെ. അത് കളയുന്നുണ്ടോ? നിങ്ങളൊന്ന് പഴയ പോലെ ചാടി ചാടി നിൽക്കും മനുഷ്യ. അവൾക്ക് അവന്റെ തണുത്ത ഭാവം വല്ലാണ്ട് ദേഷ്യം വരുത്തുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ചൊടിക്കുന്നതിനെയും തണുക്കുന്നതിൻ്റെയും ഒന്നും പ്രശ്നമല്ല രമ്യ. ഒരു പക്ഷേ എനിക്കറിയാവുന്ന പഴയ സിദ്ധുവായിരുന്നെങ്കിൽ പോലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചേനെ. പക്ഷെ ഇപ്പൊ കാണുന്ന ഇവൻ ആ ആളല്ല. അവന് ആമ്പലിനോടുള്ള ഇഷ്ടം സത്യമായിരിക്കും, പക്ഷെ അതിൽ ആത്മാർത്ഥതയ്ക്കും അപ്പുറം ഒരുതരം അധികാരമാണ്. എൻ്റെ കുഞ്ഞിന് പഠിക്കാനാണ് ഇഷ്ടം. പഠിച്ച് ഒരു ഡോക്ടറാകുന്നവൾ അത്രത്തോളം സ്വപ്നം കാണുന്നുണ്ട്. മാമനും അവളുടെ ആഗ്രഹത്തിന് വേണ്ടി എന്ത് സങ്കടവും സഹിക്കാൻ തയ്യാറായിട്ട് ഒപ്പം നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇവൻ പോയി അവളെ കെട്ടിക്കഴിഞ്ഞാൽ അത് നിൽക്കും എൻ്റെ കുഞ്ഞിന്റെ പഠിത്തം. ഇന്നിപ്പോൾ ഡിഗ്രിക്ക് പൊക്കോ എന്ന് പറയുന്നവൻ ഒരു പക്ഷെ ആ കുഞ്ഞിനെ അവന്റെ വീട്ടിൽ നിന്നും പുറത്തു വിട്ടു എന്ന് പോലും വരില്ല. എല്ലാത്തിലുപരി അപ്പച്ചി മോനെ സ്വപ്നം കണ്ട് നെയ്തു കൂട്ടിയ കോടികളുടെ സ്വപ്നം ഇവള് കാരണം നശിച്ചു എന്ന് കണ്ടാൽ അവരും അവരുടെ മോളും കൂടി ചാവും വരെ എൻ്റെ കുഞ്ഞിനെ കൊല്ലാക്കൊല ചെയ്യാൻ മടിക്കില്ല. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഞാൻ എങ്ങനെയാടി? വിഷ്ണുവിന്റെ സ്വരവിടറി. ഇത്തവണ നിശബ്ദതയെ കൂട്ടുപിടിച്ചത് അവളായിരുന്നു. എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആകെ ഇപ്പൊ മനസ്സിലുള്ളത് എന്ത് കാരണവശാലും സിദ്ധു മോളെ കെട്ടാൻ പാടില്ല എന്നാണ്. അപ്പോ അവളെ ഏതൻ സാറിന് കൊടുക്കണമെന്നില്ലേ? എമ്മി പെട്ടെന്ന് കയറി ചോദിച്ചു. എടി, അതിനൊക്കെ ഇനി വർഷങ്ങളുണ്ട്. എന്തായാലും എൻ്റെ കൊച്ചിന്റെ പഠിത്തം തീരാതെ അവൻ കെട്ടാനും പിടിക്കാനും ഒന്നും പോകുന്നില്ല. ആ ഒരു ഉറപ്പ് അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ഇയാൾക്കറിയാം പെങ്ങൾക്ക് എന്താ വേണ്ടേന്ന്. എന്നിട്ടാ ചുമ്മാ പട്ടി മൂങ്ങുന്ന പോലെ എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് മൂങ്ങുന്നത്. നിങ്ങൾ എന്തൊരു വലിയ ദുരന്തമാണെന്നറിയോ മനുഷ്യ? അവൾ പുച്ഛിച്ചതും വിഷ്ണു കയറി ചാർജായി. എടി എടി എടി, ഞാനൊന്ന് താഴുമ്പോൾ നീ കൂടുതൽ എൻ്റെ തലയിലോട്ടങ്ങ് കയറല്ലേ. ആറടി പൊട്ടി, അതുപോലെ ആറടി നിന്റെ ദുരന്തം. വേറെ ആര്? നിങ്ങൾ തന്നെ. ഒന്നും രണ്ടും പറഞ്ഞ് അവളോട് കുറച്ചുനേരം വഴക്കുണ്ടാക്കിയതും വിഷ്ണു ഓക്കെയായി. വിഷ്ണു ഏട്ടാ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏട്ടൻ വ്യക്തമായി കേൾക്കണം. അവളുടെ ശബ്ദത്തിലെ കളി മാറിയതും അവനും സീരിയസ് ആയി. ഇന്നിപ്പോൾ സിദ്ധുവേട്ടൻ വരുമ്പോൾ ഞാൻ അവിടെ പോയി നിന്നു തന്നെ ഇരിക്കട്ടെ. എത്ര ദിവസം എനിക്കവിടെ പോയി നിൽക്കാൻ പറ്റും? അല്ലെങ്കിൽ എത്ര ദിവസം ഈ പേടിയും വെച്ച് വിഷ്ണുവേട്ടൻ അവിടെ നിന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? അയാളുടെ വരവും പോക്കും അറിയാനാണെങ്കിൽ മാത്രമല്ലേ നമുക്കിതൊക്കെ പ്ലാൻ ചെയ്യാൻ പോലും പറ്റൂ. പക്ഷെ നമ്മളറിയാതെ അയാൾ അവിടെ വന്നാലോ? അവളുടെ ആ ചോദ്യത്തിൽ വിഷ്ണു ഒരു നിമിഷം നിശ്ചലനായി. അങ്ങനെ വന്നാ? അതാണ് ഞാൻ പറയാൻ വന്നത്. നമ്മൾ ഒരുപാട് പേര് ചുറ്റും നിന്നവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലും അധികം അവളുടെ മനസ്സിൽ ഇപ്പോൾ കടന്നുകൂടിയിരിക്കുന്ന സംശയങ്ങളൊക്കെ ശരിയാണെന്ന് അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവൾക്കൊപ്പം നിൽക്കുന്നതല്ലേ നല്ലത്? മോളെ, അങ്ങനെ പറഞ്ഞാൽ അവള് സിദ്ധുവിനെ എന്നെ പോലെയാ കാണുന്നത്. അതുകൊണ്ട് അവള് കാണുന്നതല്ലല്ലോ ഇവിടെ കാര്യം. അയാൾ എങ്ങനെ അവളെ കാണുന്നു എന്നല്ലേ ഇവിടുത്തെ ശരിക്കുള്ള വിഷയം. മോളെ, അവന്റെ മനസ്സിൽ അവളെ പറ്റി എങ്ങനെയൊക്കെയാണെന്ന് കേട്ടാൽ എൻ്റെ കുഞ്ഞിന് സങ്കടാവും. അവന്റെ ശബ്ദം താന്നു. ആകട്ടെ, പിന്നെ വിഷ്ണുവേട്ടൻ പേടിക്കുന്ന പോലെ അത്രയ്ക്ക് നിലവിളിയും കരച്ചിലും ഒന്നും അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ വഴിയില്ല. കാരണം ഈ അടുത്തായുള്ള അയാളുടെ പ്രവൃത്തികളിൽ അവൾക്ക് വല്ലാതെ അരോചകം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ഏട്ടാ, എന്തായാലും അയാൾ ഈ കാര്യം അവളോട് സംസാരിക്കാൻ വേണ്ടിയാണ് വരുന്നതെല്ലാം. അപ്പൊ പിന്നെ പെട്ടെന്ന് അയാൾ വന്നത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞവൾ ഞെട്ടുന്നതിലും അധികം നല്ലതല്ലേ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി നമ്മൾ കൊടുക്കുന്നത്, അല്ലേ ഏട്ടാ? അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.